നമസ്കാരം. നമസ്കാരം. ഇത് സുധീഷ്, എൻ്റെ ഫ്രണ്ടും അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഓണറും കൂടിയാണ്. ഞങ്ങളുടെ ഒരു കസ്റ്റമറാണ് മെയിനായിട്ട്. ഇത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീടാണ്, സുധീഷിൻ്റെ. സുധീഷ് എന്നെ മീറ്റ് ചെയ്യുമ്പോൾ അവരുടെ കാര്യങ്ങൾ, അവരുടെ വർക്കിംഗ് അടുത്തൊരു വില്ല വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതൊന്ന് കാണണം, മീറ്റ് ചെയ്യണം എന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഈ പ്രോപ്പർട്ടി ഒന്ന് കാണുകയും അവരുടെ അപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയമാണ്, ഇപ്പോൾ ഈ വീടിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ടൈമാണ്. അപ്പോൾ അവരിത് സ്ഥലവും വീടുമായിട്ട് ബൈ ചെയ്യായിരുന്നു. അപ്പോൾ നമുക്ക് ഈ വീട്ടിൽ എങ്ങനെ ഇൻറ്റീരിയർ നന്നായിട്ട് ചെയ്യാം, അതായിരുന്നു നമ്മുടെ ഒരു പ്ലാനിങ്. അപ്പോൾ സുധീഷ് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, വളരെ ചെറുതിൽ ഉള്ളൊരു സുഹൃത്താണ്. അപ്പോൾ ഞങ്ങൾ ഇത് എങ്ങനെ ഒരു ഈ വില്ലയിൽ എങ്ങനെ നല്ല രീതിയിലൊരു ഇൻറ്റീരിയർ ചെയ്യാം എന്നൊരു പ്ലാനിങ്ങായി. സുധീഷിൻ്റെ എല്ലാ ഐഡിയാസും അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അതനുസരിച്ചിട്ട് ഞങ്ങളുടെ ടീം അവരുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള നല്ല ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്തു. അവർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൻ്റെ അകത്ത് അവരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ടുള്ള ഈ വീടിന് അനുയോജ്യമായ നല്ല രീതിയിലുള്ള ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് കസ്റ്റമറിൻ്റെ ആഗ്രഹങ്ങളാണ്. അവരുടെ കളർ തീം, അവരുടെ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ TV യൂണിറ്റ് ആയിക്കോട്ടെ, വാഷേരിയ കൗണ്ടർ ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും എങ്ങനെ ആയിരിക്കണം, ഒരു കിച്ചൺ, എല്ലാം അവരുടെ ആഗ്രഹങ്ങൾ തന്നെയാണ് മെയിനായിട്ട്. അവർ പല തരത്തിൽ അവരുടെ സോഷ്യൽ മീഡിയയിലൂടെയും കണ്ടും മനസ്സിലാക്കിയതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയും അതനുസരിച്ചിട്ട് അവർക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടിലേക്ക് എത്തി. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതൊരു 1500 സ്ക്വയർ ഫീറ്റിനകത്തുള്ളൊരു വീടാണ്. അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിലുള്ളൊരു ഇൻറ്റീരിയർ നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്.
എൻ്റെ പേര് വന്നിട്ട് സുധീഷ് എന്നാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ടെക്നോ പാർക്ക് അലിയാൻസിലാണ്. പിന്നെ അവിടെ ടെക്നിക്കൽ സെക്കൻഡ് ലൈൻ സപ്പോർട്ടായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ വൈഫ് അപ്സര സ്റ്റാഫ് നഴ്സാണ്, SUT ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്കുള്ളത് ഒരു മോളാണ്. മോളുടെ പേര് ഇതൾമിഴി. അപ്പോൾ നമ്മൾ ഒരു ഫാമിലി ഒരു 3 പേഴ്സൺ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു വീട് വേണം എന്നുള്ള ഒരു റീലൊക്കേഷൻ വേണം എന്നുള്ളൊരു ഐഡിയ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ആക്ച്വലി തപ്പിയത് വർക്ക് ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് വീട് കിട്ടുമെന്നുള്ളതാണ്. അപ്പം റെഡി ടു മൂവ് ആയിട്ടൊരു വീട് ആണ് നമ്മൾ ആക്ച്വലി നോക്കിയത്. ഒരുപാട് കൺസ്ട്രക്ഷൻ റിലേറ്റ് ചെയ്ത ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഉണ്ടെങ്കിലും പെട്ടെന്നുള്ളൊരു മൂവ്മെൻറ്റായിട്ട് നമ്മളൊരു റെഡി ടു മൂവ് വീടാണ് നോക്കിയത്. അപ്പോൾ നമുക്കൊരു വീട് അണ്ടർ കൺസ്ട്രക്ഷനിലിരുന്നപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വിനാട്ട് ഹോംസിൽ വിനീതിൻ്റെ സജഷനോട് കൂടി തന്നെ നമ്മൾ അണ്ടർ കൺസ്ട്രക്ഷനിലിരുന്നൊരു വീടിനെ പ്രിക്യൂർ ചെയ്യുകയാണ് ചെയ്തത്. അഡ്വാൻസ് ചെയ്ത് പ്രിക്യൂർ ചെയ്തു. പ്രിക്യൂർമെൻറ്റ് കഴിഞ്ഞ് അവർ നോർമലി സ്ട്രക്ചറിങ്ങും പെയിൻറ്റിങ് വർക്കോട് കൂടി കംപ്ലീഷൻ ചെയ്ത് തന്നതിന് ശേഷം നമുക്ക് ബേസിക്കലി പണ്ടേ ഉള്ളൊരാഗ്രഹമായിരുന്നു ഫുള്ളി ഫേർണിഷ്ഡ് ആയിട്ടുള്ളൊരു വീട്ടിൽ താമസമാവണമെന്നുള്ളത്. വൈഫിൻ്റെയും എൻ്റെയും ഒരു ആഗ്രഹമായിരുന്നു. നമ്മുടെ കംപ്ലീറ്റ് ഐഡിയാസ് നന്നായിട്ട് അറിയാമെന്നുള്ള ആളായിരുന്നു വിനാട്ട് ഹോംസിൽ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിട്ടുള്ള വിനീത് എന്ന് പറയുന്ന എൻ്റെ ചൈൽഡ്ഹുഡ് തൊട്ടുള്ള ഫ്രണ്ടാണ്. വിനാട്ട് ഹോംസിൻ്റെ MD ആണ്, മാനേജിങ് ഡയറക്ടറാണ്. പുള്ളി ഡിസൈനിങ് പാർട്സ് കൈകാര്യം ചെയ്യുന്നുണ്ട്, ഇൻറ്റീരിയർ ഡിസൈനിങ് പാർട്സ് കൈകാര്യം ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിനീത് പ്രിക്യൂറിങ് സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മുടെ ഐഡിയാസ് മൊത്തം വിനീതിന് കൊടുത്തു. വിനീത് തന്ന വിനീതിൻ്റെ ഡിസൈനേഴ്സും വിനീതിൻ്റെ അഭിപ്രായത്തോടു കൂടി നമ്മൾ കംപ്ലീറ്റ് വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ പാർട്ട് കംപ്ലീറ്റ് നമ്മളെല്ലാം അത് ഫസ്റ്റിലി നമ്മൾ വിനീതിനെ സമീപിക്കുന്ന സമയത്ത് നമ്മുടെ ഐഡിയാസ് എല്ലാം വിനീതിനോട് പറഞ്ഞു. പിന്നെ ചില ഭാഗത്ത് നമ്മുടെ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് വിനീത് നമുക്ക് സജഷൻ തന്നു. അതിനനുസരിച്ച് നമ്മളൊരു പ്ലാൻ വരച്ചു. വൈഫിൻ്റെ കുറേ കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. വൈഫിൻ്റെ കുറേ ഐഡിയാസ് ഇൻറ്റീരിയർ കംപ്ലീറ്റ് ഫൈനലൈസ് ആയതിനു ശേഷം ആ ഇൻറ്റീരിയർ ഡിസൈൻസ് ഫർണിച്ചറിൻ്റെ കോൺട്രാക്ടേഴ്സിന് അല്ലെങ്കിൽ ഫർണിച്ചർ സപ്ലൈസിന് കൊടുത്ത് ആ ഇൻറ്റീരിയറിൻ്റെ ഡിസൈൻ വെച്ചിട്ട് അവർ ഫർണിച്ചേഴ്സിന് വന്ന് മെഷർമെൻ്റ് എടുത്ത് ആ ഫർണിച്ചർ അടക്കം മെഷർമെൻറ്റിനനുസരിച്ച് ചെയ്താണ് വീട് സെറ്റപ്പ് ചെയ്ത് തന്നത്. ഈ വീട് കൺസ്ട്രക്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്ന ഇടയ്ക്ക് ഒരുപാട് ചലഞ്ചസ് വന്നു. അതെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ എന്തായാലും നമ്മൾ വെരി 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 സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പി വിത്ത് വിനാട്ട് ഹോംസ് ആൻഡ് വിനീത്. ആക്ച്വലി നമ്മൾ ഈ വീട് പ്ലാൻ ചെയ്തെങ്കിലും ഞാൻ മെയിൻലി ഫിനാൻസ് സൈഡ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മൂവ് ചെയ്യുന്ന ഒരാളാണ്. എവിടെ ഫിനാൻസ് മാനേജ് ചെയ്യാം, എങ്ങനെ കുറയ്ക്കാം, അല്ലെങ്കിൽ ക്വാളിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നോക്കുകയാണ്. പക്ഷേ അതിൽ ഒരു 90-95% കോൺട്രിബ്യൂഷൻ 90% വൈഫിൻ്റെതാണ്. വൈഫാണ് ആക്ച്വലി ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കിച്ചണിൻ്റെ കളർ കോമ്പിനേഷൻ, അല്ലെങ്കിൽ വർക്ക് ഏരിയ, കിച്ചൻ്റെ ഡൈനിങ് പോർഷൻ, ലിവിങ് പോർഷൻ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ വാഷ് ഏരിയ കൗണ്ടർ എങ്ങനെയായിരിക്കണം. എസ്പെഷ്യലി നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ കാണാൻ പറ്റുമായിരിക്കും ഇതിനിടയ്ക്ക് ഒരു ബുക്ക് ഷെൽഫ് ഡിസൈനിങ്. ഇതെല്ലാം തന്നെ വൈഫിൻ്റെ കോൺട്രിബ്യൂഷനാണ്. അതിനകത്ത് വൈഫ് എങ്ങനെ വരണം, TV യൂണിറ്റ് ഏരിയ എങ്ങനെ വരണം, പൂജ യൂണിറ്റ് ഏരിയ എങ്ങനെ വരണം, ഇതെല്ലാം ഓരോ ഡിസൈൻസ് ഓൺലൈനിൽ നോക്കി പുള്ളിക്കാരി സജഷൻ തന്നു. അതനുസരിച്ച് ആ സജഷൻസ് നമ്മൾ വിനാട്ടിന് കൊടുക്കുന്നു. വിനാട്ട് അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ തന്നു. വൈഫ് ഇതെല്ലാം ഔട്ട്പുട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ വൈഫ് ആക്ച്വലി സൂപ്പർ എക്സൈറ്റഡ് ആണ്. വൈഫ് നമ്മൾ കൊടുത്തത് പോലെ തന്നെ എന്നാൽ ഒരുപടി മുന്നിലേക്ക് ആ ഔട്ട്പുട്ട് കിട്ടി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി വൈഫിന് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു നോക്കാം. ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ എനിക്ക് കിച്ചണാണ് മെയിനായിട്ടും നന്നായിരിക്കണമെന്ന് തോന്നിയത്. അപ്പം അത് ഞാൻ വിചാരിച്ചതിലും നന്നായിട്ട് തന്നെ വിനാട്ടിൻ്റെ ഇൻറ്റീരിയർ വർക്കേഴ്സ് ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ പൂജാ യൂണിറ്റ് ഞാൻ പ്രതീക്ഷിച്ചതിലും നന്നായിട്ടാണ് ചെയ്തു തന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ ഇൻറ്റീരിയർ വർക്കും ഞാൻ നന്നായിട്ട് തന്നെ റെഫർ ചെയ്താണ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഡിസൈൻ ചെയ്യാനായിട്ട്. അതെല്ലാം ഞാൻ വിചാരിച്ചതിലും നന്നായിട്ട് തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് ഒരു ലിവിങ് ഏരിയ, അതുപോലെ തന്നെ ഒരു ഡൈനിങ്, പിന്നെ ഒരു ബെഡ്റൂം, ഒരു ഓപ്പൺ കിച്ചൺ, ഒരു വർക്ക് ഏരിയ. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിലായിക്കട്ടെ ഒരു സ്മാൾ ലിവിങ് ഏരിയയും
2 ബെഡ്റൂംസ്, ഒരു കിഡ്സ് റൂമും അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് വീട്ടിൽ ടോട്ടലായിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ അകത്ത് ലിവിങ് ഏരിയയിൽ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ലിവിങ് ഏരിയ എടുക്കുകയാണെങ്കിൽ ലിവിങ്ങിൽ നല്ലൊരു ഒരു TV യൂണിറ്റ്, ഒരു പൂജ യൂണിറ്റ്, അതുപോലെ തന്നെ ഒരു ലിവിങ് ഡൈനിങ് കണക്ട് ചെയ്തുകൊണ്ട് നല്ലൊരു ഫോർ സീലിംഗ് വർക്ക്സ്, അതുപോലെ തന്നെ ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു വാഷ് ഏരിയ കൗണ്ടർ, പിന്നെ ഒരു ഓപ്പൺ കിച്ചൺ, അതുപോലെ തന്നെ ഓരോ റൂംസിലും വാൾഡ്രോബ്സുകൾ, പിന്നെ ലിവിങ് ഡൈനിങ്ങും തമ്മിലൊരു ചെറിയൊരു പാർട്ടീഷൻ, പിന്നെ ഒരു 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 ഷെൽഫ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാ റൂമിലും കബോർഡ്സ് വർക്കുകൾ, വാൾഡ്രോബ്സുകൾ, ഫർണിച്ചർ, പിന്നെ ബ്ലൈൻഡ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു വീടിന് അനുയോജ്യമായ എല്ലാ കാര്യങ്ങളും ഇൻറ്റീരിയർ ഓറിയൻ്റായിട്ടും ഫർണിച്ചറും എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് വരുന്നത് 9 lakh ആണ്. 9 ലക്ഷം രൂപയ്ക്കാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഫർണിച്ചറും ഇൻറ്റീരിയറും അടക്കം മൊത്തത്തിൽ ആയിട്ടുള്ളത് കസ്റ്റമറിന്. ഇപ്പോൾ ഇവിടുത്തെ ലിവിങ് ഏരിയ എടുക്കുകയാണെങ്കിൽ ലിവിങ് ഏരിയയിൽ സ്റ്റാർട്ടിങ്ങിൽ കയറുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഒരു എൽ ഷേപ്പിൽ സോഫ സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഒരു കളർ തീം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഓഫ് വൈറ്റ് ആണ്. അപ്പോൾ അതിന് അനുയോജ്യമായ ബ്ലൈൻഡ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഒരു ഫുൾ ഹൈറ്റിൽ ഒരു TV യൂണിറ്റ്, അതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസും, അതുപോലെ തന്നെ ഒരു ഒരു ഫോട്ടോ ഫ്രെയിംസൊക്കെ വയ്ക്കാനുള്ള ഷെൽഫ് മോഡലിൽ നല്ലൊരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല പൂജ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ലൊരു ഹൈറ്റ് തന്നെയാണ്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് കൊടുത്തുകൊണ്ട് ഒരു പൂജ യൂണിറ്റ് ഞങ്ങളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തേക്കുന്ന കളർ തീം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതിൻ്റെ അകത്ത് ഫർണിച്ചർ ആയിക്കോട്ടെ, ഈ കബോർഡ്സ് വർക്ക് ആയിക്കോട്ടെ, എല്ലാം ഒരു വൈറ്റ് ഉടൻ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു കളർ തീമാണ്. അതുപോലെ തന്നെ എല്ലാം ഒരു നല്ലൊരു യൂണിറ്റ് എല്ലാ കബോർഡ്സിനും ഈ വീടിൻ്റെ മറ്റ് കളർ തീമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ലിവിങ്ങിൽ നിന്ന് നേരെ ഡൈനിങ് ആണ് തൊട്ട് അടുത്ത്. അതൊരു ഡയറക്റ്റ് വിഷൻ വരാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഒരു ഇൻറ്റീരിയർ പാർട്ടീഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതൊരു കുറച്ച് കൂടുതൽ ലെങ്തി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പോകാനുള്ളൊരു പാസേജിനൊക്കെ ഒരു തടസ്സം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ അത് ആ ഒരു തടസ്സം വരാതിരിക്കാൻ വേണ്ടി തന്നെ എന്നാൽ അത്യാവശ്യം നല്ലൊരു ഒരു പാർട്ടീഷനാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ആ പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തും പല ഓരോരോ കാര്യങ്ങൾ വയ്ക്കാൻ കണക്കനുസരിച്ചിട്ട് ഓരോരോ ഫോട്ടോ ഫ്രെയിംസൊക്കെ സെറ്റ് ചെയ്യാൻ കണക്കനുസരിച്ചിട്ടാണ് ഈ പാർട്ടീഷൻസ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ലിവിങ്ങും ഡൈനിങ്ങും നമുക്ക് കണ്ടിന്യൂ ആയിട്ട് നല്ലൊരു ഫോൾ സീലിംഗ് വർക്ക്, ജിപ്സം ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ലിവിങ്ങും ഡൈനിങ്ങും അതൊരു കണ്ടിന്യൂഷനായിട്ടാണ് ചെയ്തേക്കുന്നത്. നല്ല നല്ല സ്പോട്ട് ലൈറ്റ്സുകളും പ്രൊഫൈൽ ലൈറ്റ്സുകളും ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഈ ഫോൾ സീലിംഗ് വർക്ക് ചെയ്തേക്കുന്നത്. നമ്മൾ ഡൈനിങ് ഏരിയ എടുക്കുമ്പോൾ ഡൈനിങ് ഏരിയയിൽ ഒരു 6 സീറ്റർ ഒരു ഡൈനിങ് സെറ്റിയാണ് ചെയ്തേക്കുന്നത്. ഇതിൽ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടൊരു ഡൈനിങ് ടേബിൾ, അതിന് തൊട്ടടുത്തായിട്ട് ചെയർ, അതുപോലെ തന്നെ ഇവിടെ ചെയർ ഇടുമ്പോൾ ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ചെയർ ഇടുമ്പോൾ അത് നമുക്ക് സ്ഥലത്തിനെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു ബെഞ്ചായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഡൈനിങ്ങിന് തൊട്ടടുത്ത് ഡൈനിങ് ടേബിളിന് തൊട്ടടുത്ത് തന്നെയാണ് വാഷ് ഏരിയ കൗണ്ടർ സെറ്റ് ചെയ്യുന്നത്. വാഷ് ഏരിയ കൗണ്ടർ നോക്കുമ്പോൾ വാഷ് ഏരിയ കൗണ്ടറിൽ ഒരു ടേബിൾ ടോപ്പ് ആയിട്ട് വാഷ് ബേസിനും ലോങ് ബോഡി ടാപ്പും, അതുപോലെ തന്നെ ആ ലൂവേഴ്സും, അതിൻ്റെ ബാക്കിൽ ആ ഒരു മിറർ, റൗണ്ട് മിററും, അതിൻ്റെ ബാക്ക് ഗ്രൗണ്ടായിട്ട് കൊടുത്തേക്കുന്ന പാനലിംഗ് വർക്കും ഒക്കെ ഒരു വീടിന് കറക്റ്റ് കളർ തീം അനുസരിച്ചിട്ട് അതിൻ്റെ ഒരു ഇൻറ്റീരിയറിന് കൃത്യമായിട്ടുള്ള ഒരു കളർ പാറ്റേണാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു വൈറ്റ് വുഡൻ കോംബോ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ്ങും കിച്ചൺ ഒരു ഓപ്പൺ കിച്ചണാണ്. ഡൈനിങ് കിച്ചണ് എപ്പോഴും ഡൈനിങ് ഇരിക്കുന്ന എല്ലാവരെയും കിച്ചണിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. നല്ലൊരു ഇൻറ്റീരിയർ പാർട്ടീഷനാണ് ഡൈനിങ്ങും കിച്ചണും തമ്മിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, അതുപോലെ തന്നെ നല്ലൊരു മോഡുലാർ കിച്ചണാണ്. മോഡുലാർ കിച്ചണിൽ ഇപ്പോൾ ടോപ്പ് കബോർഡുണ്ട്, ബോട്ടം കബോർഡുണ്ട്, മിഡിൽ കബോർഡ്സ് ഉണ്ട്. അത്യാവശ്യം നല്ല യൂട്ടിലിറ്റി ഏരിയ മാക്സിമം കബോർഡ്സിൽ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലിവിങ് ഡൈനിങ്ങിനും അടുത്തായിട്ട് ഒരു നല്ലൊരു ഷെൽഫ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരു സ്റ്റോറേജും അവിടെ ഫോട്ടോ ഫ്രെയിംസുകളും അങ്ങനെയുള്ള മറ്റെല്ലാ കാര്യങ്ങളും വെക്കാൻ വേണ്ടിയുള്ള ഒരു നല്ലൊരു ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഇവിടെ ഇൻറ്റീരിയറിന് കൊടുത്തിരിക്കുന്ന എല്ലാ മെറ്റീരിയലും കബോർഡ്സ് വർക്കുകളും മറ്റ് ടി വി യൂണിറ്റ് വാഷിൻ്റെ കൗണ്ടർ മറ്റെല്ലാ മെറ്റീരിയൽസും മറൈൻ പ്ലൈവുഡിൽ ലാമിനേഷൻ ചെയ്തേക്കുന്ന വർക്കുകളാണ്. അതുപോലെ തന്നെ ലൂവേഴ്സ് എല്ലാം PVC ലൂവേഴ്സാണ്. മോഡുലാർ കിച്ചൺ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അത് അലുമിനിയം ഫാബ്രിക്കേഷനിൽ UV ബോർഡാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല ലാസ്റ്റ് ചെയ്യുന്ന ഡ്യൂറബിലിറ്റിയുള്ള നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. എന്നാൽ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു മോഡുലാർ കിച്ചനാണ് ഇത്. ഇപ്പോൾ കണ്ടോ, നല്ല കളർ തീമായാലും നമുക്ക് എല്ലാ വുഡൻ ഫിനിഷ് ലെവലിൽ വരുന്ന അല്ലെങ്കിൽ ഏത് കളേഴ്സിലും ഈ ബോർഡും മെറ്റീരിയൽസും അവൈലബിൾ ആണെന്ന്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാം പ്രൊഫൈൽ ഹാൻഡിൽസാണ്. പ്രൊഫൈൽ ഹാൻഡിലും അങ്ങനെയുള്ള മറ്റ് എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ്, ഹോബ് ആൻഡ് ഹുഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പുൾ ഔട്ട്, കട്ട്ലർ യൂണിറ്റ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ കിച്ചണിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ നിന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ നിന്ന് നമ്മുടെ കിച്ചണിലോട്ട് നോക്കുമ്പോൾ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു പ്രൊഫൈൽ ഒരു പാനലിംഗ് വർക്കാണ് ഇതിൻ്റെ പിന്നിൽ ചെയ്തേക്കുന്നത്. ഈ വീട്ടിൽ 3 ബെഡ്റൂംസാണ് ഉള്ളത്. അതിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന മാസ്റ്റർ ബെഡ്റൂം ആണെങ്കിൽ ഒരു കിങ് സൈസ് ഒരു കോട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ കോട്ടിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയൊരു ഫുൾ ഹൈറ്റ് നല്ല ലെങ്തിൽ വരുന്ന നല്ലൊരു വാൾഡ്രോബ്സ് വിത്ത് ഡ്രസ്സിങ് ഏരിയയാണ് അതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അപ്പർ ഫ്ലോറിലാണെങ്കിൽ ഒരു കിഡ്സ് റൂമുണ്ട്. കിഡ്സ് റൂമിലാണെങ്കിൽ ഞങ്ങളൊരു ഒരു 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 വാൾഡ്രോബുണ്ട്, ഒരു മിനി വാൾഡ്രോബ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അവിടെ ഒരു ഡബിൾ ഡെക്കർ കോട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കിഡ്സിന്, കുഞ്ഞു കുട്ടികൾക്ക് അട്രാക്റ്റീവായിട്ടുള്ള, അവർക്ക് അട്രാക്ഷൻ ചെയ്യുന്ന രീതിയിൽ ഒരു കോട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അത് ഡബിൾ ഡെക്കറാണ്. അതുപോലെ തന്നെ അപ്പർ ഫ്ലോറിലാണെങ്കിൽ ഒരു കിഡ്സ് റൂമുണ്ട്, ഒരു വാൾഡ്രോബുണ്ട്, ഒരു മിനി വാൾഡ്രോബ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അവിടെ ഒരു ഡബിൾ ഡെക്കർ കോട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കിഡ്സിന്, കുഞ്ഞു കുട്ടികൾക്ക് അട്രാക്റ്റീവായിട്ടുള്ള, അവർക്ക് അട്രാക്ഷൻ ചെയ്യുന്ന രീതിയിൽ ഒരു കോട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അത് ഡബിൾ ഡെക്കറാണ്. അതേപോലെ തന്നെ അവർ കുറച്ചും കൂടി മെച്ചുറാവുന്ന ഒരു സമയത്തും അത് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ കോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് അടുത്ത റൂമാണെങ്കിൽ അവിടെ ഒരു ക്യൂൺ സൈസ് ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നല്ലൊരു വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും, എല്ലാ വാൾഡ്രോബ്സ് ആയാലും ഇതിൻ്റെ മറ്റ് ഫർണിച്ചർ ആയാലും ഈ വീടിൻ്റെ മറ്റ് പെയിൻറ്റിങ് കോമ്പിനേഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതിന് അനുയോജ്യമായ കളർ തീമാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ കൊടുത്ത റിക്വയർമെൻറ്റ്സ് എല്ലാം ഫുൾഫിൽ ചെയ്തുകൊണ്ടുള്ള വെരി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറും ഫുള്ളി പാക്കേജ്ഡ് കൺസ്ട്രക്ഷൻ ആയിരുന്നു. ഇൻറ്റീരിയർ കൺസ്ട്രക്ഷൻ ആയിരുന്നു. വെരി വെരി സാറ്റിസ്ഫൈഡ്, വെരി വെരി ഹാപ്പി, ആൻഡ് ഐ എം ഗിവിങ് യു ദ 5-star rating and 100% agreeing with Vinod Builders.